പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് സമസ്ത 1-ാം ക്ലാസ് പാദവാർഷിക പരീക്ഷ തഫ്ഹീമു തിലാവയുടെ അൽ കിതാബത്ത് അഥവാ എഴുത്തു പരീക്ഷയുടെ മോഡൽ ചോദ്യപേപ്പറും പരീക്ഷയ്ക്ക് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും പഠിക്കേണ്ട പാഠഭാഗങ്ങളൊക്കെ വിവരിക്കുന്ന നല്ലൊരു വീഡിയോയാണ്. മുഴുവൻ കാണുന്നതിലൂടെ കുട്ടികൾക്ക് നല്ല മാർക്ക് നേടിക്കൊടുക്കാൻ കഴിയും. ആദ്യം നടക്കുന്ന പരീക്ഷ തഫ്ഹീമു തിലാവ അൽ ഖിറാഅത്ത് വായന പരീക്ഷയാണ്. അതിൻ്റെ വിശദമായ നല്ലൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതും കൂടെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർക്കത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇനി മോഡൽ ചോദ്യ പേപ്പർ വിശദീകരണത്തിലേക്ക് വരുമ്പോൾ ഓരോ കുട്ടിയുടെയും കയ്യിൽ ഉസ്താദ് ആദ്യം പേപ്പർ നൽകും. ഒരു 5 മിനിറ്റ് കുട്ടികൾക്ക് പേപ്പർ വായിക്കാനുള്ളൊരു സമയമുണ്ട്. ശേഷം ഉസ്താദ് നമുക്ക് പരീക്ഷ എഴുതാം, ആരംഭിക്കാം എന്ന് പറഞ്ഞ് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ കുട്ടികളോടും സ്വന്തമായി തന്നെ പേരെഴുതാൻ പറയും. പേരെഴുതാൻ അറിയാത്ത കുട്ടികൾക്ക് പലപ്പോഴും ഉസ്താദുമാർ തന്നെ എഴുതി കൊടുക്കാറുണ്ട്. സ്വന്തമായി എഴുതി ശീലിക്കുന്നത് നല്ലതാണ്. പേരെഴുതുന്ന സ്ഥലത്ത് അൽ ഇസ്മ് എന്നുള്ളത് കാണും. ഇതുപോലത്തത് കാണും എന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ മതി. മാത്രമല്ല അൽ ഇസ്മു എന്നുള്ളതിലെ അക്ഷരങ്ങളൊക്കെ കുട്ടികൾ പഠിച്ചതാണ്. ഈ പഠിച്ചതാണ്, സി എന്നുള്ളത് സമക്കിൽ പഠിച്ചതാണ്, മീ എന്നുള്ളത് മർമറുൻ എന്നുള്ളതിൽ പഠിച്ചതാണ്. അപ്പോൾ ആ ഇസ്മിൻ്റെ സ്ഥാനത്ത് പേരെഴുതാൻ വേണ്ടി കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. കാരണം അവർ 1-ാം ക്ലാസ്സിൽ ആദ്യമായിട്ടാണ്, പരീക്ഷ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഏത് ഭാഷയിലും, ഇംഗ്ലീഷിലോ മലയാളത്തിലോ അറബിയിലോ ഏത് ഭാഷയിൽ വേണമെങ്കിലും പേരെഴുതാവുന്നതാണ്. സ്വന്തമായി തന്നെ എഴുതി ശീലിക്കുന്നത് വളരെ നല്ലതാണ്. ശേഷം ഉസ്താദ് വായിച്ചു കൊടുക്കും. കുട്ടികളെ ശ്രദ്ധിക്കൂ. 1-ാമത്തെ ചോദ്യം നമുക്ക് വായിക്കാം. പേരുകൾ എഴുതാം എന്നതാണ് ഇതിൽ വന്നിട്ടുള്ള ചോദ്യം. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റേതെങ്കിലും ഒരു ചോദ്യമായിരിക്കും വരിക. ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് ഉറപ്പായും പ്രതീക്ഷിക്കാം. നമ്മുടെ പാഠഭാഗത്തിലുള്ള മെയിനായി വന്നിട്ടുള്ള 2-3-4 ചിത്രങ്ങൾ കൊടുത്ത് അതിൽ നിന്ന് ചിലപ്പോൾ ആദ്യത്തെ അക്ഷരം കൊടുക്കും, ചിലപ്പോൾ അവസാനത്തെ അക്ഷരം കൊടുക്കും. ബാക്കിയുള്ള അക്ഷരങ്ങൾ പൂരിപ്പിക്കുക. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പേരുകൾ എഴുതാമെന്നുള്ളതിൻ്റെ അറബിയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയും. ആദ്യം കരളിൻ്റെ ചിത്രമാണ് വന്നിട്ടുള്ളത്. കരളിൻ്റെ ചിത്രത്തിന് കബിദുൻ, കബിദുൻ എന്നാണ് നമ്മൾ പഠിച്ചത്. കബിദുൻ എന്ന് പറഞ്ഞാലാണ് കരൾ. അപ്പോൾ ഇവിടെ ഏതക്ഷരമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്? ബി എന്നുള്ള അക്ഷരമാണല്ലോ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെ അക്ഷരങ്ങൾ പോയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഒരു ബി മാത്രമേ ഉള്ളൂ. അതിനെ നമുക്ക് കബിദുൻ എന്നാക്കി മാറ്റണം. അതിന് ആദ്യം ക വേണം. ക എന്നുള്ളത് ഈ ബി എന്നുള്ളതിനോട് മുട്ടിച്ചെഴുതണം. അത് പ്രത്യേകം രക്ഷിതാക്കൾ പറഞ്ഞു കൊടുക്കണം. ഓരോ അക്ഷരങ്ങൾ ഇതുപോലത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ മുട്ടിച്ച് എഴുതാൻ വേണ്ടി പറയണം. മുട്ടിക്കേണ്ട അക്ഷരങ്ങളുണ്ട്, മുട്ടിക്കാൻ പാടില്ലാത്ത അക്ഷരമുണ്ട്. ഫോർ എക്സാമ്പിൾ റ എന്നുള്ളത് ശേഷം ഉള്ളതിനോടൊരിക്കലും ചേർന്ന് വരാത്തതാണ്. മുമ്പുള്ളതിനോട് ചേരും, പക്ഷേ ശേഷമുള്ളതിനോട് ചേരില്ല. അതുപോലെ തന്നെ ദാല് മുമ്പുള്ളതിനോട് ചേരും, ശേഷമുള്ളതിനോട് ചേരില്ല. വാവ് മുമ്പുള്ളതിനോട് ചേരും, ശേഷമുള്ളതിനോട് ചേരില്ല. അങ്ങനെ ചേർന്ന് വരാത്തതും ചേർന്ന് വരുന്നതുമായ അക്ഷരങ്ങളുണ്ട്. ചേർന്ന് വരുന്നതിനെ കൃത്യമായി ചേർത്ത് എഴുതിയാൽ മാത്രമേ ഇവിടെ നിർദ്ദേശം മാർക്ക് ഉസ്താദ് കൊടുക്കുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ക എന്നുള്ളത് ബി എന്നുള്ളതിലേക്ക് മുട്ടിക്കുക. എന്നിട്ട് ബി എന്നുള്ളതിനോട് ദ്വൻ എന്നുള്ളതിനെ മുട്ടിച്ചെഴുതുക. അപ്പോൾ ക എന്ന് നമ്മൾ ആദ്യം എഴുതി കൊടുത്തു, ബി ഇവിടെ ഉണ്ട്, കബി എന്നായി. എന്നിട്ട് ദ്വൻ എന്നുള്ളത് എഴുതി കൊടുക്കുക. പലപ്പോഴും കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ദ്വൻ എന്നുള്ള അക്ഷരം കുട്ടികൾക്കൊരു പ്രയാസമായി തോന്നാറുണ്ട്. കാരണം ദ്വൻ എന്നുള്ളത് കൂട്ടി എഴുതുമ്പോൾ ഒരു ചെറിയ ലാമ് പോലെയാണ് വരാറുള്ളത്. അദബുൻ എന്നുള്ളതിൽ സ്വന്തമായി വരുന്ന സമയത്ത് എളുപ്പത്തിൽ നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരത്തിലെ സി എന്നുള്ളത് തിരിച്ചിട്ടാൽ വരുന്ന രൂപത്തിലാണ്. അത് പലപ്പോഴും കുട്ടികൾ വേഗം വായിക്കുമെങ്കിലും ഈ ചേർന്ന് വരുന്ന ചെറിയ ലാമ് പോലെയുള്ള ദ്വൻ വന്നു കഴിഞ്ഞാൽ കുട്ടികൾ പലപ്പോഴും ദ്വൻ എന്നാണ്, ദ്വൻ എന്നുള്ളിടത്ത് ലൊൻ എന്നും ഒക്കെ വായിക്കാറുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. അത് രക്ഷിതാക്കളായ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കണം. ഇങ്ങനെ ചില ഇടങ്ങളിൽ പെട്ടെന്ന് കാണുന്ന സമയത്ത് മാറിപ്പോവാറുണ്ട്. കുട്ടികളുടെ കാര്യം അറിയാലോ, അവർ വേഗത്തിൽ തന്നെ പേപ്പർ അങ്ങ് വായിച്ചു പോകും. വായിച്ചു പോകുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ തെറ്റ് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മുഴുവൻ മാർക്ക് കിട്ടുന്നതിന് തടസ്സമാകും. ഒട്ടുമിക്ക കുട്ടികൾക്കും 1-ാം ക്ലാസ്സിൽ ഫുൾ മാർക്ക് ആയിരിക്കും, 50-ൽ 50 ആയിരിക്കും. പ്രത്യേകിച്ച് കുറഞ്ഞ പാഠങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. അതോടൊപ്പം തന്നെ വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളുമായിരിക്കും. അതുകൊണ്ട് 50-ൽ 50 നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഇതുപോലത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞു കൊടുക്കണം.
കുട്ടികളല്ലേ, അവർക്ക് അതിൻ്റെ പ്രധാനമൊന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ഒന്നാമത്തേൽ നമ്മൾ ക എഴുതി കൊടുത്തു, ബി അവിടെ ഉണ്ട് ധ്വൻ, കബിധ്വൻ, അത് ശരിയായി. ഇനി രണ്ടാമത്തേൽ നിങ്ങൾക്കൊരു മത്സ്യത്തെ കാണാം. മത്സ്യത്തിൻ്റെ മ അവിടെ കൊടുത്തിട്ടുണ്ട്. മത്സ്യത്തിന് പറയുന്നത്, മീനിന് പറയുന്നത് സമക്കുൻ എന്നുള്ളതാണ്. അപ്പോൾ തുടക്കത്തിലുള്ള അക്ഷരം പോയിട്ടുണ്ട്, അവസാനത്തെ അക്ഷരവും പോയിട്ടുണ്ട്. അവിടെ ആദ്യം നമ്മൾ സ എഴുതി കൊടുക്കണം. സ മീമിലേക്ക് മ എന്നുള്ളതിലേക്ക് മുട്ടിച്ചെഴുതണം. സമ. ആ മീമിനോട് കാഫ് മുട്ടിച്ചെഴുതണം. കാഫ് ഏത് കാഫാണ് എഴുതേണ്ടത് അതും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. 3 കാഫ് നമ്മൾ പാഠഭാഗത്തിൽ പഠിച്ചതാണ്. സാധാരണ വരുന്ന കബിദുൻ എന്നുള്ളതിലെ കാഫ്, അതുപോലെ തന്നെ അവസാനത്തിൽ വരുമ്പോൾ കാഫ്, ലാമിൻ്റെ മുകളിൽ ഹംസട്ടിട്ടാണ് കാഫ് വരിക. വാക്കിൻ്റെ അവസാനത്തിൽ കാഫ് വരുന്ന ക എന്നോ കി എന്നോ കുൻ എന്നൊക്കെ വരുന്ന സമയത്ത് ലാമിൻ്റെ മുകളിൽ ഹംസട്ട് വരുന്ന മോഡലാണ് വരിക. അതാണ് സമക്കുൻ എന്നുള്ളതിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ ആ കാഫ് തന്നെ എഴുതി കൊടുക്കണം. നേരെ മറിച്ച് കബിദുൻ എന്നുള്ളതിൽ കാഫ് എഴുതിയിട്ട് കൊന്നിട്ട് കൊടുത്താൽ അത് ശരിയാവില്ല, മാർക്ക് കുറഞ്ഞു പോകും. അപ്പോൾ സമക്കുൻ എന്നുള്ളത് എങ്ങനെ കുട്ടി എഴുതുന്നത് എന്നുകൂടെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ വേറൊരു മോഡൽ, പുതിയ മോഡൽ കാഫ് നമ്മുടെ പാഠഭാഗത്തിൽ അവസാനത്തിൽ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പല മോഡൽ കാഫുകൾ ഉള്ളതുകൊണ്ട് സമക്കുൻ എന്നുള്ളതിൽ ഏത് കാഫാണ്, ആ കാഫ് മീമിലേക്ക് ചേർത്ത് എഴുതുന്നുണ്ടോ എന്നുകൂടെ നോക്കുക. മൂന്നാമത്തെ ചിത്രം നിങ്ങൾക്ക് കാണുന്നത് മാർബിൾ കല്ലാണ്. മാർബിൾ കല്ലിന് മർമറുൻ എന്നാണ്. മർമറുൻ എന്നാവുമ്പോൾ എങ്ങനെ എഴുതും? അവിടെ റ് ഉണ്ട്, റൊൻ എന്നുണ്ട്. മാ എന്ന് ആദ്യം എഴുതി കൊടുക്കുക. മാ എഴുതി റായിലേക്ക് ചേർത്ത് എഴുതുമ്പോൾ മർ എന്നായി. പിന്നെ മറുൻ എന്നാണ് വേണ്ടത്, ഒരു മാ കൂടെ എഴുതി കൊടുക്കുക. അപ്പം മർമറുൻ. വളരെ എളുപ്പമുള്ള പരീക്ഷയാണ്. ഇനി അടുത്തത് നിങ്ങൾക്ക് കാണാം റോസാപ്പൂവിൻ്റെതാണ്. റോസാപ്പൂവിന് വർദ്ധുൻ എന്നാണ് പറയുക. റ് എന്നവിടെ ഉണ്ട്. പിന്നെ വായാണ് ആദ്യം വിട്ടത്. വാ ഒരിക്കലും ചേർന്ന് വരുന്നതല്ല, ശേഷമുള്ള അക്ഷരത്തിനോട് ചേരില്ല. അതുകൊണ്ട് വാ എന്നുള്ളത് ചേരാതെ എഴുതണം, സ്വന്തമായിട്ട് വാ എഴുതണം. വാ എഴുതുന്നു, വറ് എന്നായി. പിന്നെ ധ്വൻ എന്നുള്ളതും റായിനോട് ഒരിക്കലും ചേർന്ന് വരാത്തതാണ്, അതുകൊണ്ട് അതും ഒറ്റയ്ക്ക് എഴുതണം. അങ്ങനെ വർദ്ധുൻ എന്നുള്ളത് ഓരോ അക്ഷരങ്ങളും വേർപിരിഞ്ഞ് തന്നെ കാണണം. ഈ ഒരു രൂപത്തിലാണ് ഈ ഒരു വർക്ക് ചെയ്യേണ്ടത്. കുട്ടികൾ ആദ്യമായതുകൊണ്ടാണ് ഈ ഒരു രൂപത്തിൽ ഞാൻ വിശദീകരിച്ച് തന്നത്. രക്ഷിതാക്കൾ കൃത്യമായി 1-2 തവണ ഇങ്ങനെയാണ് എഴുതേണ്ടത്, നീ ഒന്ന് എഴുത്, കാണട്ടെ നീ എഴുതുന്നത് ശരിയാണോ, പരീക്ഷയ്ക്ക് എനിക്ക് നല്ല മാർക്ക് കിട്ടുമോ എന്നൊക്കെ കുട്ടികളെ സോപ്പിട്ടിട്ട് ഈ കാര്യങ്ങളൊക്കെ 1-2 തവണ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് വളരെ ആയാസത്തിൽ എക്സാമിനെ നേരിടാൻ കഴിയും, നല്ല മാർക്കും ലഭിക്കും. ഇനി രണ്ടാമത്തെ ചോദ്യം അക്ഷരങ്ങൾ കൂട്ടി എഴുതാം എന്ന ചോദ്യമാണ്. 4 വാക്കുകൾ വേർപിരിച്ചവിടെ കൊടുത്തിട്ടുണ്ട്. അതിനെ ചേർത്തിക്കൊണ്ട് അതിൻ്റെ താഴെ കൊടുത്തിട്ടുള്ള കള്ളിയിൽ എഴുതണം. കുട്ടികൾക്ക് ഇത് പ്രത്യേകമായി കാണിച്ചു കൊടുക്കുക. ഒരു പക്ഷേ ഇത് കൂടുതലായി വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം കൂടെയാണ്. കാരണം പാഠഭാഗത്തിൽ പലപ്പോഴും ഇങ്ങനെ വേർപിരിച്ച അക്ഷരങ്ങൾ കൂട്ടി എഴുതാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ച് തോർക്കുന്നുണ്ട്. ഇവിടെ ആദ്യത്തേത് നിങ്ങൾക്ക് കാണാം മീ ല് കുൻ. അതിനെ ഇതിൽ കാണുന്ന പോലെ മിൽക്കുൻ എന്നാക്കണം. രണ്ടാമത്തേത് നിങ്ങൾ നോക്കൂ, ആ ക് ബ റു. ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് അക്ഷരങ്ങൾ വേർപിരിഞ്ഞു വരുമ്പോൾ ഈ രൂപത്തിലായിരിക്കും, ഇനി അത് ചേർന്ന് വരുമ്പോൾ ഏത് രൂപത്തിലായിരിക്കും എന്നുള്ളത് കൂടെ മനസ്സിലാക്കണം. അഥവാ കൂട്ടി എഴുതി തന്നിട്ട് അത് വേർപിരിച്ച് എഴുതാൻ വേണ്ടി പറയുമ്പോൾ ഇതേ രൂപത്തിൽ കുട്ടികൾക്ക് എഴുതാൻ സാധിക്കണമെന്ന് ചുരുക്കം. ആ ക് ബ റു അതിനെ ചേർത്തിയിട്ട് ഇതുപോലെ അക്ബറു എന്ന് എഴുതണം. സ ല് ബുൻ, സൽബുൻ, ഇതുപോലെ ചേർത്ത് എഴുതണം. നാലാമത്തത് ആ യ ബ സ. 4 അക്ഷരങ്ങൾ വേർപിരിഞ്ഞിട്ടാണുള്ളത്. അതിനെ നമ്മൾ ചേർത്തി ഐ ബസ എന്നിതുപോലെ എഴുതണം. അപ്പോൾ ഇതുപോലത്തെ ഒരു ചോദ്യം ഉറപ്പായതുകൊണ്ട് 1-2 വാക്കുകൾ കൊടുത്ത് കുട്ടികളെ കൊണ്ട് മോഡൽ ചെയ്യിപ്പിച്ച് നോക്കുക. അതിൻ്റെ മൂന്നാമത്തെ ചോദ്യം വളരെ എളുപ്പമുള്ളതാണ്, എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, ഇങ്ങനൊരു ചോദ്യം ഉണ്ടാവും, വൃത്തിയിൽ എഴുതണം, അതുപോലെ നോക്കി എഴുതിയാൽ മതി. അക്ഷരങ്ങൾ എഴുതാമെന്നുള്ളിടത്ത് സ എന്നുള്ളത് പുറത്ത് കൊടുത്തിട്ടുള്ള കള്ളിയിൽ വൃത്തിയിൽ എഴുതുക. യു എന്നുള്ളത് നോക്കി അതുപോലെ എഴുതി കൊടുക്കുക. വൻ എന്നുള്ളത് പുറത്ത് എഴുതി കൊടുക്കുക. കി എന്നുള്ളത് അതുപോലെ എഴുതി കൊടുക്കുക. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന, എന്തായാലും ഉറപ്പായിട്ടും വരുന്ന ചോദ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു രൂപം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഇനി അക്ഷരങ്ങൾക്ക് കളർ നൽകാം എന്ന മറ്റൊരു ചോദ്യമാണ്.
ചില പരീക്ഷകൾക്കൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് കുട്ടികളുടെ കയ്യിൽ കളർ കൊടുത്തയക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് നമുക്ക് പഠിക്കാനുള്ളത് 14 പാഠങ്ങളാണ്. 14 പാഠങ്ങളിലെ മെയിനായിട്ട് വരുന്ന ചിത്രങ്ങളും അതിൻ്റെ പേരുകളും കൃത്യമായി പഠിക്കുക. അതോടൊപ്പം തന്നെ അക്ഷരങ്ങളും വളരെ നന്നായിട്ട് തന്നെ കുട്ടികളെ പഠിപ്പിക്കുക. എങ്കിൽ ഉറപ്പായും നമുക്ക് 100 മാർക്ക് നേടാൻ കഴിയും. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സ്നേഹമായ സബ്സ്ക്രൈബാണ്. ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല മോഡൽ പരീക്ഷയുടെ ചോദ്യപേപ്പർ പരിചയപ്പെടുത്തുന്ന വീഡിയോ വരാനുണ്ട്. ഉപകാരപ്പെട്ടെങ്കിൽ താങ്ക്സോ അൽഹംദുലില്ലയോ ആമീനോ എന്തെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ഉയർന്ന മാർക്കോടുകൂടെയുള്ള വിജയം നൽകട്ടെ. സ്വർഗത്തിൽ മക്കളോടുകൂടെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. ആമീൻ.